നമസ്കാരം. ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ 4 ഡോക്ടർമാർക്ക് പിഴ ചുമത്താൻ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. നടപടിക്ക് വിധേയരാവുന്നത് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ. ഖത്തറിൽ റീറ്റെയിൽ രംഗത്ത് വൻ കുതിച്ചുചാട്ടം. ഖത്തർ ലോകകപ്പ് ലക്ഷ്യമാക്കി നിർമ്മാണത്തിലിരിക്കുന്നത് 30 ഷോപ്പിംഗ് മാളുകൾ. LK അദ്വാനിയുടെ നിലപാടിന് മുന്നിൽ BJP നേതൃത്വം കീഴടങ്ങി. മത്സരിക്കാനുള്ള മണ്ഡലം അദ്വാനിക്ക് തന്നെ തെരഞ്ഞെടുക്കാമെന്ന് രാജ്നാഥ് സിംഗ്. ഗാന്ധിനഗറിൽ തന്നെ മത്സരിക്കുമെന്ന് അദ്വാനി. RMPയോടുള്ള നിലപാട് VS അച്യുതാനന്ദൻ തിരുത്തുന്നു. RMP കോൺഗ്രസിന്റെ വാല്. രമയും അവരുടെ പാർട്ടിയും ചെയ്യുന്നത് തിരുവഞ്ചൂർ പറയുന്ന കാര്യങ്ങൾ. VSന്റെ പരാമർശം TP ചന്ദ്രശേഖരനേറ്റ 52ാമത്തെ വെട്ടെന്ന് KK രമ. വയനാട്ടിൽ കാടിന് തീവച്ചത് തന്നെയെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അന്വേഷണം പോലീസിന് കൈമാറും. CBI അന്വേഷണവും പരിഗണിക്കും. വനം വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. തീപിടുത്തമുണ്ടായ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ 4 ഡോക്ടർമാർക്ക് പിഴ ചുമത്താൻ സൗദി ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ അബ്ദുള്ള അൽ റബിയ തീരുമാനത്തിന് അംഗീകാരം നൽകി. അൽ ഖസീം മേഖലയിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൗദി അറേബ്യയിൽ വിദേശ സിലബസിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരാഴ്ചത്തെ വസന്തകാല അവധി ആരംഭിച്ചു. വാരാന്ത അവധി ദിനങ്ങൾ അടക്കം 9 ദിവസത്തിന് ശേഷം മാർച്ച് 30-നാണ് സ്ഥാപനങ്ങൾ തുറക്കുക. സ്കൂൾ തലം മുതൽ സർവകലാശാല തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും അവധി ബാധകമായിരിക്കും. വസന്തകാല അവധിയോടനുബന്ധിച്ച് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ നിരവധി വിനോദ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. അവധിക്കാലം ആരംഭിച്ചതോടെ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. ദുബായ് എമിറേറ്റിലെ റോഡ് വികസനത്തിനായി 700 കോടി ദിർഹം ചെലവിട്ടതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തലവൻ മത്താർ മുഹമ്മദ് അൽ തായർ പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ മാത്രം 702 കോടി ദിർഹം തിരിച്ചുപിടിക്കാനും സാധിച്ചിട്ടുണ്ട്. പുതിയ പാതകളും നൂതന സാങ്കേതിക സംവിധാനവും യാഥാർത്ഥ്യമാക്കാൻ ദുബായ് സർക്കാരിന് സാധിച്ചതായി ജിദ്ദയിൽ നടന്ന 14ാമത് സാമ്പത്തിക ഫോറത്തിൽ RTA തലവൻ പറഞ്ഞു. സൗദി അറേബ്യയുടെ വിവിധ മേഖലകളിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ ഇടിക്കും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിയാദ് ഉൾപ്പെടുന്ന മധ്യമേഖല, കിഴക്കൻ പ്രവിശ്യ, ഹാഇൽ, ഖസീം, ഹഫർ അൽ ബാത്തിൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ വിവിധ അളവിൽ മഴ ലഭിക്കും. ചക്രവാള ദൃശ്യം കുറയാനും കാറ്റടിച്ചു വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെറ്റായ രീതിയിൽ പാർക്ക് ചെയ്യുന്ന വാഹന ഉടമകൾക്ക് SMS വഴി വിവരമറിയിക്കുന്ന സംവിധാനം റിയാദിൽ അടുത്തയാഴ്ച മുതൽ നിലവിൽ വരുമെന്ന് ട്രാഫിക് മേധാവി കേണൽ അലി അബ്ദുള്ള അൽ ദുബൈബി അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കിങ് അബ്ദുള്ള ഹൈവേയിലാണ് പദ്ധതി നടപ്പാക്കുക. 10 ദിവസത്തിന് ശേഷം റിയാദിലെ വിവിധ ഹൈവേകളിൽ കൂടി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക ഹൈവേ ട്രാഫിക് വിഭാഗം തെറ്റായി പാർക്ക് ചെയ്ത വാഹനങ്ങളുടെ ചിത്രം പകർത്തുകയും ഉടമയെ വിവരം അറിയിക്കുകയും ചെയ്യും. തുടർന്ന് വാഹനം സ്ഥലത്ത് നിന്ന് നീക്കുകയും ചെയ്യും. വാഹന ഉടമകൾ ട്രാഫിക് വിഭാഗത്തിന് നൽകിയ വിവരങ്ങളും മൊബൈൽ നമ്പരും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ട്രാഫിക് വിഭാഗം മേധാവി അറിയിച്ചു. കുവൈത്തിൽ ഉപാധികളോടെ ബംഗ്ലാദേശ് സ്വദേശികൾക്ക് വിസ പുനരാരംഭിക്കുന്നു. കർഷക യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് പൗരന്മാർക്ക് വിസ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുകൂല തീരുമാനം വരുന്നത്. രാജ്യത്തെ കൃഷിയിടങ്ങളിൽ ഒരു കാലത്ത് ബംഗ്ലാദേശുകാരായിരുന്നു കൂടുതലും. പല കാരണങ്ങൾ കൊണ്ട് ആ രാജ്യത്തു നിന്നും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തിവച്ചതോടെ ഇന്ത്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിരുന്നു പിന്നീട് കൃഷിപ്പണിക്കാരെ കൊണ്ടുവന്നിരുന്നത്. ബംഗ്ലാദേശുകാർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൃഷിപ്പണിക്ക് ആളുകൾ വരാൻ മടിക്കുന്നതും കാർഷിക മേഖലകളിൽ തൊഴിലാളികളുടെ വൻ ക്ഷാമമാണുണ്ടാക്കിയത്. ഇക്കാര്യം നേരത്തെ കർഷക യൂണിയൻ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കർഷകരുടെ ആവശ്യം പരിഗണിച്ച് ബംഗ്ലാദേശിൽ നിന്ന് കർഷക വിസകളിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. കാർഷിക, ആട്, ഒട്ടക പരിപാലന മേഖലകളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുവരാനാണ് ധാരണയായിരിക്കുന്നത്. കാർഷിക രംഗത്ത് മുതൽ മുടക്കുന്നവർക്ക് മുഴുവൻ പിന്തുണയും നൽകുമെന്ന് ചർച്ചയ്ക്കൊടുവിൽ തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുൽ മുഹ്സിൻ അൽ മുത്തൈരി പറഞ്ഞു. ഇതു സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം വ്യക്തമാക്കി. സ്വന്തം രാജ്യത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാവാതിരിക്കുക, പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുക, റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം ഒരു കർഷക സമരത്തിനു വേണ്ട തൊഴിലാളികളുടെ 25% കൂടാൻ പാടില്ല തുടങ്ങിയ നിബന്ധനകളോടെയാണ് വിസ നിരോധം എടുത്തുമാറ്റുന്നത്. അബ്ദുൽ മുഹ്സിൻ അൽ മുത്തൈരിയെ കൂടാതെ പാസ്പോർട്ട് ഇമിഗ്രേഷൻ കാര്യ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഫസൽ നവാഫ് അസ്വബാഹ്, തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ജമാൽ അൽ ദൂസരി എന്നിവരും കർഷക പ്രതിനിധികളുമായുള്ള യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 കുവൈറ്റ്. ദുബായ് ട്രക്ക് യൂസ്ഡ് സ്പെയർ പാർട്സ് മാർക്കറ്റിന്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റി തുടങ്ങി. ഇവിടേക്കുള്ള റോഡുകളുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും ഉൾപ്പെടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അൽ റുവയ്യ 3 മേഖലയിൽ 4.5 ലക്ഷത്തോളം ചതുരശ്ര മീറ്ററിൽ
ഈ വർഷം 3ാം പാദത്തിൽ പദ്ധതി പൂർത്തിയാകുമെന്ന് അസറ്റ്സ് മാനേജ്മെന്റ് ഡയറക്ടർ ഖലീഫ ഹാരിഫ് പറഞ്ഞു. നിരവധി സംവിധാനങ്ങളോടെയാണ് പുതിയ മാർക്കറ്റ് പണി പുരോഗമിക്കുന്നത്. യമനിലെ നല്ലൊരു വിഭാഗം കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. ജീവിക്കാൻ തെരുവിൽ കച്ചവടം ചെയ്തും ഭിക്ഷയാചിച്ചും നടക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു നടപടിയുമില്ല. ഇതിന് അല്പമെങ്കിലും പരിഹാരമാവുകയാണ് മൊബൈൽ സ്കൂൾ എന്ന പുതിയ പദ്ധതി. യമൻ തലസ്ഥാനമായ സൻആയിലെ ഒരു തെരുവ്. നിർത്തിയിട്ടിരിക്കുന്ന ഈ മിനി വാൻ ഒരു ക്ലാസ് മുറി കൂടിയാണ്. സഞ്ചരിക്കുന്ന വിദ്യാലയം. ഈ കുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതിപ്പഠിക്കാൻ ഇതുതന്നെ ധാരാളം. ആഴ്ചയിൽ 2 ദിവസമാണ് മൊബൈൽ സ്കൂൾ ഇവിടെ എത്തുന്നത്. ദിവസം 2 മണിക്കൂർ പഠനം. വീണ്ടും പൊടി പറക്കുന്ന തെരുവിലേക്ക്. എങ്കിലും ഭാവിയെക്കുറിച്ച് ഇവർക്കും സ്വപ്നങ്ങളുണ്ട്. ആഭ്യന്തര സംഘർഷം കാരണം അരക്ഷിതാവസ്ഥയിലാണ് യമനിലെ ജനങ്ങളുടെ ജീവിതം. ഭക്ഷണവും വെള്ളവും കിട്ടാക്കനി. സർക്കാരാകട്ടെ മുച്ചൂടും അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു. ഈ മൊബൈൽ സ്കൂളിലെ പഠനമെങ്കിലും കുട്ടികൾക്ക് വഴി കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ. ന്യൂസ് ഡെസ്ക് മീഡിയ 1. 3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന ജിദ്ദയിലെ സാമൂഹ്യ പ്രവർത്തകനും സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യവുമായ ലത്തീഫ് പാറക്കലിന് സത്യസരണി ഫേസ്ബുക്ക് കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. ഖലീൽ റഹ്മാൻ പാലോടിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി ഉപഹാരം സമർപ്പിച്ചു. മെഹബൂബ് അലി പത്തപ്പിരിയം, KM അബ്ദുറഹീം, മുഹമ്മദ് വെല്ലൂർ, ഷമീർ മാഞ്ഞാലി എന്നിവർ സംസാരിച്ചു. സാദിഖ് അലി തൂർ സ്വാഗതവും മുഹമ്മദ് അബ്ഷീർ നന്ദിയും പറഞ്ഞു. ഈ മാസം 27, 28 തീയതികളിൽ ദുബായ് സഫ പാർക്കിന് സമീപം ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂളിൽ നടത്താനിരുന്ന മുത്തപ്പൻ ഉത്സവം ഏപ്രിൽ 24, 25 തീയതികളിലേക്ക് മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച മദാം ഭാഗത്തെ മരുഭൂമിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് മലയാളി ബാലനാണെന്ന് തെളിഞ്ഞു. ആലപ്പുഴ സ്വദേശി അരുൺകുമാറിന്റെയും ലക്ഷ്മി അമ്മയുടെയും 4 വയസ്സുള്ള മകൻ പ്രണവാണ് മരിച്ചത്. കൂടെ യാത്ര ചെയ്തിരുന്ന പ്രണവിന്റെ അമ്മാവൻ അജിത്തിന്റെ 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. മരുഭൂമിയിലൂടെ ഇവർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകട വിവരമറിഞ്ഞെത്തിയ സിവിൽ ഡിഫൻസ്, പോലീസ്, പാരാമെഡിക്കൽ സംഘങ്ങൾ കുട്ടിയെ ഉടൻ തന്നെ ദൈദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. Aston India Vote 2014 brought to you by Aston Realtors. തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പിൽ UDF-ന് പരാജയമുണ്ടായാൽ ആദ്യ ഉത്തരവാദി താനായിരിക്കും. VS അച്യുതാനന്ദൻ പലപ്പോഴും നിലപാടുകൾ മാറ്റിപ്പറഞ്ഞിട്ടുള്ള ആളാണ്. PT തോമസ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സ്വയം ഒഴിയുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഇന്ത്യ എങ്ങോട്ട് ചർച്ചയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്രത്തിൽ UP സർക്കാരിന്റെയും കേരളത്തിൽ UDF സർക്കാരിന്റെയും പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ UDF-ന് മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി സംസാരം തുടങ്ങിയത്. ജയിച്ചാൽ അത് ടീം വർക്കിന്റേതും തോറ്റാൽ ആദ്യ ഉത്തരവാദി താനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിന്റെ UDF-ന്റെ എല്ലാം ഒരു ടീം വർക്കാണ്. അതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഏത് പോരായ്മയുടെയും ഒന്നാമത്തെ ഉത്തരവാദി ഞാനായിരിക്കും. സീറ്റ് വിഭജനത്തിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. PT തോമസ് സ്വയം മാറി നിൽക്കുകയായിരുന്നു. യുവാക്കളുടെ പ്രാമുഖ്യം കുറയുന്നു എന്ന് കണ്ടപ്പോൾ PT തോമസ് സ്വയം വന്ന് ചെറുപ്പക്കാരന് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് മാറുന്നതിന് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായിരുന്നാലും തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭയിൽ ചില മാറ്റങ്ങൾ വരും. സ്വന്തം വീഴ്ച മറച്ചുവെക്കാനാണ് RSPയുടെ മുന്നണി മാറ്റത്തിൽ പിണറായി വിജയൻ ഗൂഢാലോചന ആരോപിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. TP യോഗം സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് മാറ്റത്തോട് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചു. ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹം പലപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ മാത്രമായ ഒരു ശൈലിയാണ്. CPM പാർട്ടിയിൽ നിന്ന് പുറത്തുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ജയസാധ്യതയുള്ള നേതാക്കൾ കുറവാണ്. അതല്ല അതിന്റെ അർത്ഥം. ഈ പാർട്ടിക്ക് വേണ്ടി ഈ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് സീറ്റും ഇല്ല. അതിനു പുറമെയാണ് നിങ്ങളൊന്നും കഴിവില്ലാത്തവരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മീഡിയ 1 തിരുവനന്തപുരം.
വി.എസ്. അച്യുതാനന്ദനെ പുകഴ്ത്തി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. വി.എസ്. അച്യുതാനന്ദൻ രാജ്യത്തെ സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നായിരുന്നു പിണറായി വിജയന്റെ പരാമർശം. N.K. പ്രേമചന്ദ്രന്റെ പാർലമെന്ററി വ്യാമോഹം കാരണമാണ് RSP UDF ഇട്ടതെന്നും പിണറായി കൊല്ലത്ത് പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലായിരുന്നു പിണറായി വിജയന്റെ VS പ്രശംസ. TP ചന്ദ്രശേഖരൻ വധത്തിൽ CPM നടത്തിയ അന്വേഷണം അംഗീകരിച്ച VSന്റെ നിലപാട് പാർട്ടിയുടെ ഐക്യത്തിന് ഉതകുന്നതാണെന്നും പിണറായി പറഞ്ഞു. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പൊതുജന മധ്യത്തിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. VSനെ നിങ്ങൾ വല്ലാതെ ചുരുക്കിക്കെട്ടാൻ നോക്കരുത്. അദ്ദേഹം ഈ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഘടകം ഏത് എന്നതിനേക്കാളും നമ്മുടെ രാജ്യത്തിലെ തന്നെ ഏറ്റവും സമുന്നതനായ പാർട്ടി നേതാവാണ് അദ്ദേഹം. അതാണ് നാം പ്രധാനമായും കാണേണ്ടത്. RSPയുടെ വഞ്ചന എന്താണെന്ന് വ്യക്തമാക്കണമെന്ന N.K. പ്രേമചന്ദ്രന്റെ ആവശ്യത്തിനുള്ള മറുപടിയും കടുത്തതായിരുന്നു. പാർലമെന്ററി സ്ഥാനമില്ലാതെ നിൽക്കുന്നൊരു കാര്യം അതുമായി പൊരുത്തപ്പെടാൻ പ്രേമചന്ദ്രന് വിഷമം. അപ്പോൾ പാർലമെന്ററി സ്ഥാനമില്ല എന്ന ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിന്റെ ഭാഗമായി അരങ്ങേറിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് RSP UDF ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. വാജ്പേയിയെ പുകഴ്ത്തിയ VM സുധീരന്റെ പ്രസ്താവനകൾ ചില സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഗുജറാത്ത് വംശഹത്യയെ തുടർന്ന് നരേന്ദ്രമോദിയെ തള്ളിപ്പറയാൻ വാജ്പേയി തയ്യാറായിട്ടില്ല. RSS യൂണിഫോമിൽ പ്രത്യക്ഷപ്പെട്ട BJP നേതാവായ വാജ്പേയിയാണ് സുധീരൻ പ്രശംസിച്ചതെന്നും പിണറായി കുറ്റപ്പെടുത്തി. മീഡിയ 1 കൊല്ലം. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് എത്തില്ലെന്ന സൂചന. വടക്കോട്ട് മലപ്പുറം ജില്ല വരെ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുണ്ടാകൂ. ആരോഗ്യ പ്രശ്നമാണ് കാരണമെന്നാണ് വിശദീകരണം. എന്നാൽ TP ചന്ദ്രശേഖരൻ വധത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർത്തിയ വിമർശവും KC രാമചന്ദ്രനെ പുറത്താക്കിയതിനെ ശരിവെക്കുന്ന നിലപാടും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് കാരണമെന്നാണ് കരുതപ്പെടുന്നത്. LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനുണ്ടാകുമെന്നായിരുന്നു VS അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ വടക്കോട്ട് മലപ്പുറം ജില്ല വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രചാരണ യോഗങ്ങളിൽ VSന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണ് പര്യടനം ചുരുക്കാൻ കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. TP വധക്കേസിൽ നേരത്തെ VS എടുത്ത നിലപാട് പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. എന്നാൽ വ്യക്തിപരമായ പകപോക്കലാണ് കൊലപാതകത്തിന് കാരണമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രനെ പുറത്താക്കിയതിനെ അംഗീകരിച്ച് പാർട്ടിക്കൊപ്പം നിൽക്കാനാണ് പിന്നീട് അദ്ദേഹം ശ്രമിച്ചത്. കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന വിയോജനം രേഖപ്പെടുത്തിയെങ്കിലും ജയിലിൽ കഴിയുന്ന കുഞ്ഞനന്ദനും മനോജിനുമെതിരെ നടപടി സ്വീകരിക്കാത്തതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ചു. TP കേസിൽ VSനെ പിന്തുണച്ചവരെ പോലും നിലപാട് മാറ്റം ആശയക്കുഴപ്പത്തിലാക്കി. ഈ സാഹചര്യത്തിൽ ഒഞ്ചിയം ഉൾപ്പെടുന്ന വടകരയിലും കോഴിക്കോടും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പ്രതികൂലമാകുമെന്ന തിരിച്ചറിവാണ് പ്രചാരണം ചുരുക്കാൻ കാരണമെന്നാണ് കരുതുന്നത്. വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മലപ്പുറത്തിനപ്പുറം പോകുന്നില്ലെന്ന വിശദീകരണം നൽകുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. സ്വതന്ത്രരെ മത്സരിപ്പിക്കുന്നത് ഇടതുമുന്നണിയുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. RSP കേരള ഘടകത്തിന്റെ തീരുമാനം അവരുടെ ദേശീയ നേതൃത്വം പോലും അംഗീകരിച്ചിട്ടില്ലെന്നും കാരാട്ട് അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക CPM പുറത്തിറക്കി. ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയവരിൽ ശ്രദ്ധയാകർഷിച്ചത് തൃശൂർ നസീറാണ്. വെള്ളക്കുപ്പായം ധരിച്ച് വെള്ള ബെൻസിൽ കളക്ടറേറ്റ് വളപ്പിലെത്തിയ നസീർ അടിമുടി വ്യത്യസ്തനായിരുന്നു. വെള്ള നിറത്തിലുള്ള ഒരു ബെൻസ് കാർ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ എല്ലാവരും ഒന്നു നോക്കി. ഡോർ തുറന്ന് തുകൽത്തൊപ്പി ധരിച്ച ഒരാൾ ഇറങ്ങി. തൃശൂർ സ്വദേശി നസീറാണ് ഇദ്ദേഹം. ജില്ലാ കളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പുറത്തിറങ്ങിയ ശേഷം എല്ലാവരെയും പരിചയപ്പെടാൻ ഒരു ശ്രമം. BJP സ്ഥാനാർത്ഥി CK പത്മനാഭൻ വന്നപ്പോഴും അഭിവാദ്യം ചെയ്തു. കോഴിക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും നസീറിന്റെ കൂടെ ആരുമില്ല. പക്ഷേ കയ്യിൽ കുറേ വാഗ്ദാനങ്ങളുണ്ട്. എനിക്കിപ്പോൾ MP-മാർക്ക് അത്ര ശമ്പളമുണ്ട്. ശമ്പളം നിശ്ചയിച്ചാൽ ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുള്ളൂ. ഞാൻ ₹1 മാത്രമേ പറ്റുള്ളൂ. ₹1 മാത്രം ഗവൺമെൻറ്റിൽ നിന്ന് പറ്റും. ബാക്കിയൊക്കെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കും. പാവപ്പെട്ടവരെ വോട്ട് കിട്ടി ജയിച്ചു വന്നാൽ ആദ്യം 25 എൻ്റെ മണ്ഡലത്തിലുള്ള വെള്ളമില്ലാത്ത പ്രദേശത്ത് 25 വീടിന് ഒരു ടാങ്ക് വീതം കൊടുക്കുന്ന വീതം കൊടുക്കും. നസീറിന്റെ കന്നി അംഗമാണിത്. പ്രചരണം നടത്താൻ കൂടി ഉപകരിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ ബെൻസ് കാർ. എന്തായാലും കലക്ട്രേറ്റിലെത്തിയവർക്ക് നസീറും അദ്ദേഹത്തിന്റെ കാറും ഒരു കാഴ്ചയായി മാറി. മീഡിയ 1 കോഴിക്കോട്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ബെനറ്റ് എബ്രഹാം, BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ, ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥിയായ സിനിമാ താരം ഇന്നസെന്റ്,
UDF സ്ഥാനാർത്ഥി PC ചാക്കോ, കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി MA ബേബി എന്നിവർ ഇന്ന് പത്രിക സമർപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. കേരളത്തിൽ മലപ്പുറം, ചാലക്കുടി, ആറ്റിങ്ങൽ, പാലക്കാട്, വയനാട് എന്നീ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുണ്ട്. ഐക്യജനതാദൾ, RMP, AUDF എന്നീ പാർട്ടികളുമായി വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. നരേന്ദ്രമോദിയെ താങ്ങാനുള്ള കരുത്ത് മതേതര ഇന്ത്യക്കില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സിറാജ് ഇബ്രാഹിം സേഠ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാലുള്ള ഭവിഷ്യത്ത് വളരെ ആഴത്തിലുള്ളതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുബൈയിൽ നിന്നുള്ള റിപ്പോർട്ട്. നരേന്ദ്രമോദിയെ താങ്ങുവാനുള്ള കരുത്ത് മതേതര ഇന്ത്യക്കില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സിറാജ് ഇബ്രാഹിം സേഠ് പറഞ്ഞു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാലുള്ള ഭവിഷ്യത്ത് വളരെ ആഴത്തിലുള്ളതായിരിക്കും. ലോകം മറ്റൊരു ഹിറ്റ്ലറെ പരീക്ഷിക്കുവാൻ തയ്യാറല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ ഫാസിസ്റ്റ്, ഭീകര ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് മാറ്റി നിർത്തണം. ഇവിടെ ഇന്ത്യൻ ഡെമോക്രസിക്ക് വേറൊരു ഹിറ്റ്ലറിനെ പരീക്ഷിക്കാനുള്ള ഒരു മാർഗവും കാണുന്നില്ല. ഇത് സൂയിസൈഡിലായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദിയാണ്. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്. ജനാധിപത്യ മൂല്യങ്ങളിലും മതേതരത്തിലും വിശ്വസിക്കുന്നവരും ഗാന്ധിജിയെ വധിച്ചവരുടെ ആദർശം പറയുന്ന വർഗീയ ശക്തികളും തമ്മിലാണ് പോരാട്ടം. ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ മതേതര കക്ഷിയായ കോൺഗ്രസിൽ തന്നെയാണ് പ്രതീക്ഷ അർപ്പിക്കാവുന്നത്. അഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാർട്ടിയിലാരും ശബ്ദിച്ചിട്ടില്ലെന്നും ദേശീയ പ്രസിഡന്റ് മത്സരിക്കാൻ തീരുമാനിച്ചാൽ അതിൽ പിന്നെ ചോദ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ അഹമ്മദ് ചെയ്ത സേവനങ്ങൾ മുസ്ലിം ലീഗിന് ഗുണം ചെയ്യുമെന്നും അത് വോട്ടായി മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിദാഖാത്ത് വിഷയമായിക്കോട്ടെ, പ്രവാസികളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയത്തിലും അഹമ്മദ് സാഹിബിൻ്റെ റോള് വളരെ പോസിറ്റീവായിരുന്നു. അത് വിധി നിർണ്ണയിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എത്ര പോസിറ്റീവായിരുന്നു അഹമ്മദ് സാഹിബിൻ്റെ റോള്. മൂന്നാം മുന്നണി അസ്ഥിരതയ്ക്ക് കാരണമാവുമെന്നും മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനേ അവർക്ക് സാധിക്കൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. പത്തനംതിട്ട മണ്ഡലത്തിൽ ഇത്തവണ പ്രവാസി സ്ഥാനാർത്ഥിയും മത്സരിക്കും. പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷനാണ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നത്. പ്രവാസികളെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സ്വന്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ തീരുമാനിച്ചത്. അസോസിയേഷന്റെ സംസ്ഥാന മഹിളാ വിഭാഗം വൈസ് പ്രസിഡന്റ് ഗീത രാജശേഖരൻ നായരാണ് സ്ഥാനാർത്ഥി. ഏറ്റവും അധികം പ്രവാസികളുള്ള മണ്ഡലമെന്ന നിലയിൽ ഒരു അട്ടിമറി വിജയമാണ് ഇവർ പത്തനംതിട്ടയിൽ പ്രതീക്ഷിക്കുന്നത്. റിട്ടയറായി വന്നിട്ടുള്ളവരുടെ എല്ലാം വോട്ട് കിട്ടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കുടുംബങ്ങളിൽ ഇങ്ങനെ ആളെ നിർത്തിയിട്ടുണ്ട്, വോട്ട് കൊടുക്കണം എന്ന് ഒരു കുടുംബാംഗങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് എനിക്ക്. മണ്ഡലത്തിൽ 2.5 ലക്ഷത്തോളം വോട്ടുകളാണ് പ്രവാസികൾക്ക് ഉള്ളത്. എന്തായാലും പ്രവാസികൾക്കായി ഒരു സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമായിരിക്കുകയാണ്. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട. പ്രമുഖ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ഖുശ്വന്ത് സിംഗ് അന്തരിച്ചു. 99 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഡൽഹിയിലായിരുന്നു അന്ത്യം. പ്രധാനമന്ത്രിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മീഡിയ 1 ഒരുക്കുന്ന പ്രവാസോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. കാഴ്ചയുടെ മികച്ച അനുഭവമായിരിക്കും പ്രവാസോത്സവത്തിൽ സമ്മാനിക്കുകയെന്ന് പ്രവാസോത്സവം ഷോ ഡയറക്ടറും സംവിധായകനുമായ സിദ്ദിഖ് പറഞ്ഞു. പ്രവാസത്തിന്റെ കൊടുംചൂടിൽ മറ്റുള്ളവർക്ക് തണലായി തീർന്നവരെ മീഡിയ 1 ആദരിക്കുന്ന പ്രവാസോത്സവം മാർച്ച് 28-ന് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിക്കുന്നത്. സിനിമ, സീരിയൽ കലാകാരന്മാർ ഒരുക്കുന്ന വിവിധ സ്കിറ്റുകളും മറ്റ് സാംസ്കാരിക പരിപാടികളും പ്രവാസോത്സവത്തിന്റെ ആകർഷണമായിരിക്കും. ഇതിനുള്ള സ്ക്രിപ്റ്റിംഗും സോങ് സെലക്ഷനും പൂർത്തിയായി. ആസ്വാദകർക്ക് മികച്ച അനുഭവം നൽകാനുള്ള ഒരുക്കത്തിലാണ് ഷോ ഡയറക്ടറായ സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഗാനങ്ങളുണ്ടാവും, പിന്നെ നമ്മുടെ മലയാള അറബിക് കൾച്ചറുകൾ എത്രമാത്രം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, പിന്നെ രസകരമായ നർമ്മ സ്കിറ്റുകളുണ്ടാവും, നർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്കിറ്റുകളുണ്ടാവും. എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് പ്രവാസം എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ അല്ലെങ്കിൽ ഒരു തീം ബേസ്ഡ് ആണ് ഈ ഷോ. മീഡിയ 1 സീനിയർ ജനറൽ മാനേജർ പ്രോഗ്രാംസ് ഷിബു ചക്രവർത്തി, സീനിയർ വൈസ് പ്രസിഡന്റ് ഓഫ് ഓപ്പറേഷൻസ് സജീവ് ചെമ്മണി, പ്രോഗ്രാം കോർഡിനേറ്റർ OK ഫൈസൽ, PR മാനേജർ ഷാക്കിർ ജമീൽ തുടങ്ങിയവരും പരിപാടിയുടെ സംഘാടനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. മീഡിയ 1, കൊച്ചി. യൂത്ത് ഇന്ത്യ മക്ക ചാപ്റ്റർ രൂപീകരിച്ചു. പ്രസിഡന്റായി സഫീർ അലിയെയും സെക്രട്ടറിയായി ഫായിസ് കുറ്റിപ്പുറത്തെയും തെരഞ്ഞെടുത്തു. വിവിധ വകുപ്പ് കൺവീനർമാരായി അബ്ദുൽ മജീദ്, നൌഫൽ ചാലങ്ങൽ, സാബിത് മഞ്ചേരി എന്നിവരെ തെരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി അബ്ദുൽ ഖാദർ, മുഹമ്മദ് റഷീദ്, അബ്ദുൽ ബാസിത്ത് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഖലീലുർ റഹ്മാൻ പാലോട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി.
ദുബായ് മൾട്ടി കമ്മോഡിറ്റീസ് സെന്ററും ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര ആഭരണ മേളയ്ക്ക് ദുബായിൽ തുടക്കമായി. ദുബായ് അറ്റ്ലാന്റിസ് ഹോട്ടലിൽ നടക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര രത്ന ആഭരണ മേളക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ വിപുൽ ഷാ, DMCC എക്സിക്യൂട്ടീവ് ചെയർമാൻ അഹമ്മദ് ബിൻ സുലായം, ഇന്ത്യൻ അംബാസഡർ TP സീതാറാം എന്നിവർ ചേർന്ന് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള 40% രത്ന സ്വർണ്ണാഭരണ കയറ്റുമതിയും UAE-യിലേക്കാണെന്ന് വിപുൽ ഷാ പറഞ്ഞു. ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന 13 രാജ്യങ്ങളുടെ പട്ടികയിൽ UAE-യുമുണ്ട്. രത്നാഭരണ നിർമ്മാണത്തിന്റെയും മിനുക്കലിന്റെയും അന്താരാഷ്ട്ര കേന്ദ്രമായി ഇന്ത്യ അതിവേഗം വളരുകയാണ്. 2013 ഇന്ത്യയുടെ മൊത്തം രത്ന ആഭരണ കയറ്റുമതി മൂല്യം $36.4 ബില്യൺ. ഇതിൽ $14.4 ബില്യൺ കയറ്റുമതിയും UAE-യിലേക്കായിരുന്നു. മേളയിൽ പുത്തൻ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വഴി കൂടുതൽ വിപണി കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര വ്യാപാരികൾക്ക് ഉന്നത ഗുണനിലവാരമുള്ള രത്നങ്ങളും ആഭരണങ്ങളും തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് മേളയിലൂടെ ലഭിക്കുന്നതെന്ന് അഹമ്മദ് ബിൻ സുലായം പറഞ്ഞു. വേൾഡ് എക്സ്പോ 2020 ആതിഥേയത്വം വഹിക്കുവാൻ അവസരം ലഭിച്ചതിലൂടെ വ്യാപാര സൗഹൃദ നഗരമെന്ന പദവി ദുബായ് അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3100 ചതുരശ്ര മീറ്ററിൽ 170 സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ നടക്കുന്ന പ്രദർശനത്തിൽ 130ഓളം സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത്. മീഡിയ 1 ദുബായ്. വൻ സാമ്പത്തിക കുതിച്ചുചാട്ടം നടത്തുന്ന ഖത്തറിന്റെ വളർച്ച റീറ്റെയിൽ രംഗത്ത് പ്രതിഫലിക്കുന്നു. 30ഓളം ഷോപ്പിംഗ് മോളുകളാണ് ഈ കൊച്ചു രാജ്യത്ത് നിർമ്മാണം പൂർത്തിയായി വരുന്നത്. BJP-യിലെ പ്രതിസന്ധികൾക്ക് വിരാമമിട്ട് LK അദ്വാനി ഗാന്ധിനഗറിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഒരു ദിവസത്തിലേറെ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ആശങ്കകളും അവസാനിപ്പിച്ചാണ് അദ്വാനി പാർട്ടി നേതൃത്വത്തിന് വഴങ്ങിയത്. ഗുജറാത്തിലെ ജനങ്ങളുടെയും മോദിയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് താൻ ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കുന്നതെന്ന് അദ്വാനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകി ഗാന്ധിനഗറിൽ നിന്നുള്ള അദ്വാനിയുടെ സ്ഥാനാർത്ഥിത്വം BJP പ്രഖ്യാപിച്ചതിനു ശേഷം അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളാണ് നടന്നത്. രാത്രി വൈകി അദ്വാനിയുടെ വസതിയിലെത്തിയ സുഷമ സ്വരാജിന്റെയും മുൻ അധ്യക്ഷൻ നിതിൻ ഗഡ്കരിയുടെയും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വഴങ്ങിയില്ല. അതേസമയം നരേന്ദ്രമോദി RSS മേധാവി മോഹൻ ഭഗവതുമായി ചർച്ച നടത്തുകയായിരുന്നു. മോഹൻ ഭഗവതിന്റെ നിർദ്ദേശപ്രകാരം രാവിലെ 8:30 മോദി അദ്വാനിയെ സന്ദർശിച്ചു. ഗുജറാത്തിന്റെയും വ്യക്തിപരമായ തന്റെയും ആവശ്യമാണ് അദ്വാനി ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കുക എന്ന് മോദി വ്യക്തമാക്കിയതോടെ തന്നെ അദ്വാനിയുടെ സമ്മർദ്ദങ്ങൾക്ക് ഫലം കാണുകയായിരുന്നു. എന്നാൽ അപ്പോഴും തന്റെ തീരുമാനം പ്രഖ്യാപിക്കാൻ അദ്വാനി തയ്യാറായില്ല. തുടർന്ന് സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, വെങ്കയ്യ നായിഡു എന്നിവർ അദ്വാനിയുടെ വസതിയിലെത്തി. പാർട്ടി നേതൃത്വത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നീക്കത്തോടുള്ള പ്രതിഷേധം അദ്വാനി ഇവരോട് രേഖപ്പെടുത്തി. അതിനിടെ അദ്വാനി ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കുമെന്ന സൂചനയും ലഭിച്ചു. RSS നേതൃത്വത്തിന്റെ ഊഴമായിരുന്നു പിന്നീട്. പാർട്ടിയും സംഘവും അദ്വാനി ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കണമെന്നും RSS-ഉം വ്യക്തമാക്കി. തുടർന്ന് മുതിർന്ന നേതാവ് അദ്വാനിക്ക് എവിടെ നിന്നും മത്സരിക്കാമെന്ന് രാജ്നാഥ് സിംഗും പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഗാന്ധിനഗറിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്ന പ്രഖ്യാപനം അദ്വാനി നടത്തുന്നത്. തന്റെ ഇഷ്ടപ്രകാരം ഗുജറാത്ത് നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കാനുള്ള തീരുമാനമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഭോപ്പാലിൽ നിന്നും മത്സരിക്കാൻ ക്ഷണിച്ച ശിവരാജ് സിംഗ് ചൗഹാനും മധ്യപ്രദേശ് സംസ്ഥാന നേതൃത്വത്തിനും നന്ദി പ്രകടിപ്പിക്കാനും അദ്വാനി മറന്നില്ല. D. ശ്രീജിത്ത്, മീഡിയ 1 ഡൽഹി. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കാൻ ഒടുവിൽ ലാൽകൃഷ്ണ അദ്വാനി സമ്മതിച്ചിരിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടി BJP നേതൃത്വത്തിന് അദ്വാനി കത്തെഴുതുകയും ചെയ്തിരിക്കുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ജോർജ് കുര്യൻ, BJP ദേശീയ നിർവാഹക സമിതി അംഗം തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. സന്തോഷ് ജോയ്, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ചേരുന്നു. കൂടാതെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അദ്ദേഹവും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ജോർജ് കുര്യൻ, അദ്വാനി BJP നേതൃത്വത്തിന് അയച്ച കത്തിൽ മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാൻ മുതൽ നരേന്ദ്രസിംഗ് തോമാറിന് വരെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ കത്തിലെവിടെയും മോദി എന്നൊരു വാക്ക് പോലും പരാമർശിച്ചിട്ടില്ല. ഇപ്പോഴും അമർഷം ഗുജറാത്തിനോട് അദ്വാനിക്ക് ബാക്കി നിൽക്കുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അദ്വാനിജി ഗുജറാത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും 2 സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രവർത്തകരും സംസ്ഥാന ഘടകങ്ങളും അദ്ദേഹത്തോട് മത്സരിക്കണം, അത് തങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗുജറാത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് ഗുജറാത്ത് ഘടകവും മധ്യപ്രദേശിൽ നിന്ന് മത്സരിക്കണമെന്ന് മധ്യപ്രദേശ് ഘടകവും ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ 2 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ അദ്ദേഹം അതാത് സംസ്ഥാനങ്ങളിൽ വന്ന് മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അദ്വാനിജിയെ പോലെയുള്ളൊരു നേതാവ് തങ്ങളുടെ സംസ്ഥാനത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം തങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു
രണ്ട് സംസ്ഥാന ഘടകങ്ങൾ തമ്മിലുള്ളൊരു മത്സരം അതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ പാർലമെൻ്ററി ബോർഡും കൂടിക്കൊണ്ടിരുന്ന അവസരത്തിൽ അദ്വാനിജി എൻ്റെ കാര്യം പരിഗണിക്കുന്നത് കൊണ്ട് ഞാൻ ഈ യോഗത്തിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിന്നത്. പാർട്ടി തീരുമാനിച്ച അവസരത്തിൽ ഗാന്ധിനഗർ എന്ന് തീരുമാനിച്ച അവസരത്തിൽ മധ്യപ്രദേശിൽ നിന്ന് ശക്തമായിട്ടുള്ള സമ്മർദ്ദം വന്നു. അദ്ദേഹം ഭോപ്പാലിൽ നിന്ന് മത്സരിക്കണമെന്ന്. അതുകൊണ്ട് വീണ്ടും അതിനെപ്പറ്റി ചർച്ച നടത്തി. നേതാക്കന്മാർ അദ്വാനിജിയെ പോയി കണ്ടു. പാർട്ടി പറയുന്ന ആ നിലപാടിലേക്ക് താൻ എത്തുന്നു, എനിക്കത് മതി, ഞാൻ പാർട്ടി ഏതാണോ തീരുമാനിക്കുന്നത് ഞാൻ നടപ്പിലാക്കും. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം ചൗഹാൻജിയോട്, മധ്യപ്രദേശ് ഘടകത്തോട് അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിച്ചതിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. അതൊരു സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ശ്രീ LK അദ്വാനിയെ പോലുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന് അസംതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ ട്വിറ്ററിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ബ്ലോഗിൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിത ചരിത്രത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യത്തിൽ അസംതൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള സ്നേഹപൂർവമായിട്ടുള്ള ആവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണുണ്ടായത്. മാത്രമല്ല, തീരുമാനത്തിന് ശേഷം മധ്യപ്രദേശ് ഘടകത്തിനോട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സമയവും അദ്ദേഹം ആവശ്യപ്പെട്ടു. നേതാക്കന്മാർ അദ്ദേഹത്തെ പോയി കണ്ടു. അങ്ങനെ മധ്യപ്രദേശ് ഘടകവും കൂടി സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗാന്ധിനഗറിൽ നിന്ന് തന്നെ മത്സരിക്കുകയാണ്. ആ കാര്യത്തിൽ ആരും സംശയവുമില്ല, ചിന്താക്കുഴപ്പവുമില്ല. റൈറ്റ്, മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അദ്വാനിയും മോദിയും തമ്മിലുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തർക്കം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി BJP ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. കോൺഗ്രസ് എവിടെയാണ്? ഞാൻ ആ ചോദ്യം പൂർണ്ണമായി എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഗുജറാത്തിൽ നരേന്ദ്രമോദി മത്സരിക്കുന്ന സ്ഥലം വഡോദരയാണ്. വഡോദരയിലെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ പേര് പറയാൻ കഴിയുമോ? 22-ാം തീയതി വരെ സമയമുണ്ടല്ലോ. നമുക്ക് 22-ാം തീയതി വരെ നോമിനേഷൻ കൊടുക്കാനുള്ള സന്ദർഭമുണ്ട്, സാഹചര്യവും നിയമപരമായിട്ടുണ്ട്. തീരുമാനിക്കാൻ കോൺഗ്രസ് ഇങ്ങനെ പീസ്മീലായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവർക്കിപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയുടെ തീരുമാനമൊക്കെ അതും പീസ്മീലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് ഒരു അസാധാരണമായ ഒരു സംഭവഗതികളുമില്ല. കോൺഗ്രസ് ഓരോ സ്ഥലത്തേക്കും ആവശ്യമുള്ള ഓരോ സ്ഥാനാർത്ഥികളെ നേരിടാനും ഏതൊക്കെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കണമെന്നുണ്ടോ അതിനൊക്കെ പറ്റിയ ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ നരേന്ദ്രമോദി എവിടുന്ന് മത്സരിക്കും? നരേന്ദ്രമോദി ഈ രാജ്യത്ത് മുഴുവൻ ജയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവാണെങ്കിൽ എന്തിനാ 2 സീറ്റിൽ മത്സരിക്കുന്നത്? ഒരു സീറ്റിൽ മത്സരിച്ചാൽ മതിയല്ലോ. എത്ര ദേശീയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്? അതിന് ഏതെങ്കിലും ഒന്ന് രാജിവെക്കണ്ടേ? ഉത്തമമായ ബോധ്യമുള്ളൊരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയായി വന്നാൽ പോരെ? അദ്ദേഹം പ്രധാനമന്ത്രി ദേശീയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അല്ല, സോണിയാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല രണ്ടിടത്തും ഞങ്ങൾ ജയിക്കും എന്നുള്ളത്. ഒരിടത്ത് ജയത്തിനൊരു അല്പം സംശയം തോന്നിയപ്പോൾ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ്. ഇവിടെ അങ്ങനെ പറയുന്നില്ലല്ലോ. രണ്ടിടത്തും ഞങ്ങൾ ജയിക്കുമെന്നല്ലേ പറയുന്നത്? രണ്ടിടത്തും ജയിക്കുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ പറയുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതിനെ ചോദിക്കുന്നത്. അല്ലാത്ത എന്തുകൊണ്ടാ? ജയത്തിൻ്റെ കാര്യത്തിൽ ചില അട്ടിമറികൾ സംഭവിക്കുമോ എന്നൊക്കെയുള്ളതിൻ്റെ ഒരു പ്രിക്കോഷണറി മെഷർ എന്നുള്ള നിലയിലാണ് രണ്ടിടത്തും ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പലപ്പോഴും മത്സരിച്ചിട്ടുള്ളത്. അനിവാര്യത കൊണ്ട് തന്നെയാണ് അങ്ങനെ മത്സരിച്ചിട്ടുള്ളത്. ഇവിടെ അതല്ല പറയുന്നത്. BJP പറയുന്നത് അങ്ങനെയല്ല. BJP പറയുന്നത് അത് ഓരോ പ്രദേശത്തിൻ്റെ ഒരു വികാരം ഉണർത്തുന്നതിനടുത്ത്. പ്രദേശത്തിൻ്റെ വികാരം ഉണർത്തേണ്ടൊന്നും കാര്യമില്ല. ഇത് പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. ഭയങ്കരമായ ഇലക്ട്രോണിക് മീഡിയയുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എവിടെ പോയി മത്സരിച്ചാലും ദേശീയ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ ലോകശ്രദ്ധയും ജനശ്രദ്ധയും രാജ്യത്തിൻ്റെ ശ്രദ്ധയും ഒക്കെ ആകർഷിക്കപ്പെടും. അനാവശ്യമായൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതല്ല വസ്തുത. ഈ വസ്തുത അതല്ല. ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നേതൃത്വം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് വളരെ പ്രാപ്തമായ സമയമുണ്ട്. പക്ഷേ BJPയുടെ നേതാക്കന്മാരെ ബുൾഡോസ് ചെയ്തിരിക്കുകയാണ്.
BJPയുടെ LK അദ്വാനി ആയാലും മനോഹർ ജോഷി ആയാലും അതുപോലെ പിന്നെ സുഷമ സ്വരാജ് ആയാലും അവരെയൊക്കെ ബുൾഡോസർ ഇട്ട് ഞെരിച്ചമർത്തി RSSും RSSന്റെ കീഴിലുള്ള RSSന്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് നേതാക്കന്മാരും ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെയും ഘടകകക്ഷികളുടെ ആളുകളെയും അതേപോലെ തന്നെ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ഒരുമിച്ച് അരച്ച് മുന്നോട്ട് പോകുന്ന അതിഭീകരവും ബീഭത്സവുമായ ഒരു രാഷ്ട്രീയ രംഗത്തെയാണ് നമ്മൾ പിന്നെ നോക്കിക്കാണാൻ പോകുന്നത്. അതാണ് കോൺഗ്രസിനെ വ്യാകുലപ്പെടുത്തുന്നത്. കോൺഗ്രസ് എതിർക്കുന്നതും കോൺഗ്രസ് എതിർക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ഇത്തരം ഒരു ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തെയാണ്. സന്തോഷമായി. ഇന്ന് അദ്വാനി നേതൃത്വത്തിന് അയച്ച കത്ത് താങ്കൾ കണ്ടു കാണും. ആ കത്ത് വായിച്ചാൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതലുണ്ടായ നാടകീയ രംഗങ്ങൾ പരിശോധിച്ചാൽ എന്താണ് മനസ്സിലാവുന്നത്? തന്നെ ഒതുക്കാനുള്ള ചില കേന്ദ്രങ്ങളുടെ ശ്രമം, BJPക്ക് അകത്ത് തന്നെയുള്ള ചില കേന്ദ്രങ്ങളുടെ ശ്രമത്തിന് താൻ വഴങ്ങുകയില്ല, ഇനിയും പോരാടും എന്നൊരു സൂചനയല്ലേ അത് നൽകുന്നത്? ഇന്ന് പലരും ന്യായീകരിക്കുന്നുണ്ട് ഈ അഡ്വാനിയുടെ കത്ത് പ്രശ്നങ്ങളുടെ പരിഹാരമാണെന്ന്. പക്ഷേ ഈ അഡ്വാനി ഇന്ന് ചെയ്ത ഈ ഒരു മൂവ്മെൻറ്റ് ബേസിക്കലി പരിഹാരമല്ല, പ്രശ്നങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് BJPക്കകത്ത്. ഇന്ന് രാഷ്ട്രീയ പരിവേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് BJPയെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഒരുമാതിരി അകത്ത് തന്നെ അവർ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ BJPയെ ഇനി തോൽപ്പിക്കണമെങ്കിൽ BJPക്ക് മാത്രമേ കഴിയൂ. ഒന്നെങ്കിൽ BJP അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള റീജിയണൽ പാർട്ടീസിന് മാത്രമേ കഴിയൂ. പക്ഷേ ഇപ്പം BJPക്കകത്ത് പ്രശ്നങ്ങൾ ഇടയിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അഡ്വാനിയുടെ ഈ പ്രശ്നം കഴിഞ്ഞ് ജസ്വന്ത് സിംഗ്, വസുന്ധര രാജെ കേന്ദ്ര നേതൃത്വത്തിനെ അറിയിച്ചു കഴിഞ്ഞു. ജസ്വന്ത് സിംഗിനെ ബാഡ്മേരിൽ നിന്ന് നിർത്തരുത്, അവിടെ ഒരു ലോക്കൽ കാൻഡിഡേറ്റ് അവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പം പ്രശ്നങ്ങൾ BJPയിൽ ഇനിയും ഒത്തിരി വരാൻ പോകുന്നു. മോദിക്ക് ഈ കാലത്തോടെ ഇന്നോടെ മോദിക്ക് ഒരു കാര്യം മനസ്സിലായി വന്നതെന്ന് പറഞ്ഞാൽ ഗുജറാത്ത് അല്ല ഡൽഹി. ഗുജറാത്തിൽ മോദി പ്രവർത്തിച്ചതുപോലെ ഡൽഹിയിൽ മോദിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്നൊരു കാര്യം ക്ലിയറായി. ഈ അഡ്വാനിയും മോദിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു ഡൈനാമിക്സ് ഉണ്ട്, ഒരു പാസ്റ്റ് ഒരു ഹിസ്റ്ററി ഉണ്ട്. അഡ്വാനിക്കുള്ള എപ്പോഴും ഉള്ളൊരു പരാതി എന്ന് പറഞ്ഞാൽ വാജ്പേയി മോദിയെ പിരിച്ചുവിടണം, മോദി സർക്കാരിനെ ഗുജറാത്തിൽ പിരിച്ചുവിടണമെന്നൊരു ആഗ്രഹം കൊണ്ട് അഡ്വാനിയും മുതിർന്ന ലീഡേഴ്സിനടുത്ത് വന്നപ്പോൾ അഡ്വാനി ഡിഫെൻഡ് ചെയ്ത ഒരു ആളാണ് മോദി. അതേസമയത്ത് 2009 അഡ്വാനി പ്രൈം മിനിസ്റ്ററിയൽ കാൻഡിഡേറ്റ് ആയിട്ട് കമ്പീറ്റ് ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരു ഹെൽപ്പോ അങ്ങനത്തെ ഒരു സപ്പോർട്ടോ മോദി അഡ്വാനിക്ക് കൊടുത്തില്ലെന്നൊരു കാര്യം അത് നമ്മളെല്ലാവരും അഡ്വാനി പല വേദികളിൽ ഈ കാര്യം സ്പഷ്ടമായി പറഞ്ഞില്ലെങ്കിലും ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്വാനിയുടെ കൂടെ ഒരു വലിയൊരു ഘടകം BJPയുടെ ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെ സുഷമ സ്വരാജ് ഉൾപ്പെടെ ഒരു ഘടകം നിൽപ്പുണ്ട്. കാരണം അതിന് മോദിയുടെ ബിഹേവിയറാണ് കാരണം. മോദി ആസ് എ ലീഡർ, മോദി അല്ലാതെ വേറെ ഒരു ലീഡറിനെ മോദിയുടെ അണ്ടറിലോ മോദിയുടെ കൂടോ വളരാൻ സമ്മതിക്കാത്ത ഒരു പേഴ്സണാലിറ്റിയാണ് മോദി. അപ്പം നമ്മൾ ഗുജറാത്തിൽ കണ്ടാൽ ശങ്കർ സിംഗ് വാഘേല അല്ലെങ്കിൽ കേശുഭായ് പട്ടേൽ ഉൾപ്പെടെ പല മുതിർന്ന ലീഡേഴ്സിനെ ഒരു സൈഡ് ലൈൻ ആക്കി മോദി ഒറ്റയ്ക്കൊരു ഫിഗറായിട്ട് ഗുജറാത്തിൽ ഇന്ന് വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഡൽഹിയിൽ മോദി ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ സമയത്ത് ഒരു അരുൺ ജെയ്റ്റ്ലിയോ സുഷമ സ്വരാജോ വസുന്ധര രാജയോ ശിവരാജ് സിംഗ് ചൗഹാനോ രമൺ സിംഗോ അല്ലെങ്കിൽ LK അഡ്വാനിക്ക് ഒരു വിലയും ഇല്ലാതെ ഈ ഡൽഹിയിൽ പോകുന്നുള്ളൊരു കാര്യം അറിയാം. അപ്പോൾ BJPക്ക് അകത്ത് തന്നെ ഈ മോദി ആസ് എ കാൻഡിഡേറ്റ് ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് വളരെ സീനിയർ ലീഡേഴ്സ് ഉന്നയിച്ചൊരു കാര്യമുണ്ട്, മോദിയുടെ ക്യാമ്പയിൻ സൈക്കോളജി. മോദി ഒരു 6 മാസം മുമ്പ് ഡൽഹിയിൽ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ NDAക്ക് വോട്ട് കൊടുക്കണമെന്നുള്ളൊരു ആഹ്വാനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മാസം മുമ്പ് NDA പേര് മാറിയിട്ട് BJPയെ ജയിക്കണമെന്നുള്ളൊരു ആഹ്വാനത്തോടെ ബിൽ ബോർഡ്സും പല പോസ്റ്റേഴ്സും നമ്മൾ കണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച തൊട്ട് ഒരു പുതിയ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്ന മോദി സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ക്യാമ്പയിനകത്ത് BJP ഇല്ല, NDA ഇല്ല, അലയൻസും ഇല്ല, മോദി മാത്രം ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഉയർന്നാനുള്ളൊരു ശ്രമമാണ് മോദി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം ഈ ഡൽഹിയിൽ നാഷണൽ ലീഡർഷിപ്പിൽ BJPക്ക് വ്യക്തമായിട്ടറിയാം. റൈറ്റ്, മടങ്ങെത്താം. ജോർജ് കുര്യൻ, ഇന്നത്തെ ഈ കത്ത് വായിച്ചാൽ തന്നെ നിരവധി സംശയങ്ങൾ ഇത്തരത്തിൽ ഉയരുന്നുണ്ട്. ഒന്ന്, മോദി ഇന്ന് 1 മണിക്കൂറാണ് അദ്വാനിക്കൊപ്പം ചെലവഴിച്ചത് അദ്ദേഹത്തെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഈ കത്തിൽ മോദിയെക്കുറിച്ചൊരു വാക്ക് അദ്വാനി പറയുന്നില്ല. അതിനർത്ഥം
അദ്ദേഹം ഇപ്പോഴും ആ റൈവൽറി സൂക്ഷിക്കുന്നുവെന്നാണ്. മാത്രമല്ല BJP-ക്കകത്തും RSSലും അദ്ദേഹത്തിൻ്റെതായുള്ള ഒരു നെറ്റ്വർക്ക് അദ്ദേഹം ഇപ്പോഴും സജീവമാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നു. അത് ഭാവിയിൽ BJP-ക്ക് തലവേദന സൃഷ്ടിക്കുമെന്ന സൂചനയാണ് ഈ കത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ശ്രീ LK അദ്വാനി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി അധികാരത്തിലെത്തിച്ച അധികായനായിട്ടുള്ള നേതാവാണ്. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു നേതാവും ഒരു പ്രവർത്തകൻ്റെയും നാക്ക് പൊങ്ങില്ല ശ്രീ LK അദ്വാനിക്കെതിരെ പറയുവാൻ വേണ്ടി. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായില്ല എന്നുള്ളത് ശരിയാണ്. കാരണം കാലവും ജനങ്ങളും അത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പേര് വന്നത്. ഞാൻ അംഗീകരിക്കുന്നു, ഇതൊരു ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസുമായിട്ട് താരതമ്യം ചെയ്യേണ്ട. തീർച്ചയായിട്ടും ശ്രീ മോഡിയുടെ തൊട്ടു പിന്നിൽ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ശ്രീ SS ചൗഹാനുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ രീതിയിലാണ് പാർട്ടി നേതാക്കന്മാരെ വളർത്തിയിട്ടുള്ളത്. ശ്രീ അടൽജി ജീവിച്ചിരുന്ന അവസരത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ശ്രീ LK അദ്വാനിജിയെ പറ്റി ഇതേ രീതിയിൽ മാധ്യമങ്ങൾ പറഞ്ഞതാണ്. മോഡിയെ പറ്റി പറയുന്ന അതേ ഭാഷയിൽ അതേ രീതിയിൽ ശ്രീ LK അദ്വാനിയെ പറ്റി പറഞ്ഞതാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞു അദ്ദേഹം അദ്വാനിജിയെ പ്രധാനമന്ത്രിയാകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി ആയതിനു ശേഷം അടൽജിയെ അദ്ദേഹത്തെ ചലിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഓരോ എതിർക്കാൻ വേണ്ടി ഓരോ ബിംബങ്ങൾ ഉണ്ടാക്കുകയാണ്. പക്ഷേ അതല്ല നടക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു, ജനാധിപത്യത്തിൽ അനേകം സമസ്യകളുണ്ട്. ആ സമസ്യകളിൽ ഒരു കാര്യമാണ് ജനാധിപത്യം ചിലപ്പോൾ വേദനിപ്പിക്കും. ആത്യന്തികമായിട്ട് അത് നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അത് സാധാരണ പ്രവർത്തകന് മുറിവുണ്ടാക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല. ഇന്ന് വരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവും പ്രവർത്തകൻ ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിതം ഇതിനുവേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന് വേദനയുണ്ടാക്കുന്ന രീതിയിൽ അവൻ്റെ മനസ്സിന് മുറിവുണ്ടാക്കുന്ന രീതിയിൽ ഒരു നേതാവും പ്രവർത്തിച്ചിട്ടില്ല. ബൂത്ത് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയും മത്സരിച്ച് ജയിക്കുന്ന ഒരു പാർട്ടിയാണ്. യാതൊരു സംശയം വേണ്ട. അതിൻ്റെ തീർച്ചയായിട്ടും ഒച്ചയും ബഹളവുമൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ കേൾക്കാറുമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ശ്രീ അദ്വാനിജി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമായിരുന്നു. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അദ്വാനിജിയെ സംബന്ധിച്ചിടത്തോളം ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആർക്കും അദ്ദേഹത്തെ പേടിപ്പിക്കുവാനും സാധ്യമല്ല. ശ്രീ നരേന്ദ്രമോദിയുടെ സീറ്റിൻ്റെ ചർച്ച വന്നപ്പോൾ 2-3 ദിവസം മാധ്യമങ്ങൾ എന്താ ചർച്ച ചെയ്തത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നായിരുന്നു ചർച്ച ചെയ്തത്. പക്ഷേ ചർച്ചകൾക്കൊടുവിൽ മോഡിജിക്ക് വാരണാസിയിൽ നിന്നുള്ള സീറ്റായി. അതിനുശേഷം അദ്വാനിജി അദ്ദേഹത്തിനുള്ള സീറ്റിനെ പറ്റി 2 ദിവസം ചർച്ച നടന്നു. അംഗീകരിക്കുന്നു, ഇന്നലെ തീരുമാനമെടുത്തെങ്കിലും ഇന്നും അതിനെപ്പറ്റി ചർച്ച നടന്നു. ചർച്ച ഞാൻ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനം ഞാൻ പറയുന്നത് 2 സംസ്ഥാനങ്ങളിലെ പ്രവർത്തകരെയും ഘടകങ്ങളും അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് യാതൊരു കാപട്യവുമില്ല. BJP-യിലെ ഏറ്റവും ജനപ്രീതി കൂടിയ നേതാവായിട്ടുള്ള മോഡിയും അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന 52 വയസ്സുകാരനായിട്ടുള്ള ഭാവിയിലെ പ്രധാനമന്ത്രി തന്നെ എന്ന് പറയാവുന്ന മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ശ്രീ SS ചൗഹാനും തമ്മിൽ തീർച്ചയായിട്ടും അദ്വാനിജിയെ കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അദ്വാനിജി വന്നു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ സീറ്റുകൾ കിട്ടും. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നേതാവാണ് LK അദ്വാനി. ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള മത്സരം നടന്നിട്ടുണ്ട്. അവസാനം ആ കാര്യത്തിൽ ശ്രീ ജോർജ് കുര്യൻ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗുജറാത്ത് BJP സംസ്ഥാന ഘടകം ആദ്യ ലിസ്റ്റിൽ തങ്ങളുടെ നിർദ്ദേശത്തിൽ LK അദ്വാനിയുടെ പേര് ഉൾപ്പെടുത്താതിരുന്നത്? ഇത്രയും കൂടുതൽ സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആദ്യ ലിസ്റ്റിൽ ഒഴിവാക്കിയത്? രാജേഷ് ഖന്നയെ അദ്ദേഹം തോൽപ്പിച്ചുകൊണ്ട് 2 പ്രാവശ്യം അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കൾക്ക് വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ വ്യാഖ്യാനത്തിന്റെ അകത്തും ഒരു പോസിറ്റീവ്. ജോർജ് കുര്യൻ, താങ്കൾ എൻ്റെ ചോദ്യം കേട്ട് കാണും. അതായത് ഗാന്ധിനഗർ ഗുജറാത്തിൽ നിന്നുള്ള ആദ്യ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആ പട്ടികയിൽ അദ്വാനിയുടെ പേര് ഗുജറാത്ത് ഘടകം ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇത്രയും സീറ്റുകൾ കൂടുതൽ ലഭിക്കും അദ്വാനി ഗാന്ധിനഗറിൽ മത്സരിക്കും എങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യ ലിസ്റ്റിൽ നിന്ന് ആ പേര് ഒഴിവാക്കിയത്? ജോർജ് കുര്യൻ, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ മടങ്ങിയെത്താം താങ്കളിലേക്ക്. സന്തോഷ് ജോയ്,
ആദ്യ ലിസ്റ്റിൽ നിന്ന് അദ്വാനിയുടെ പേര് ഗുജറാത്ത് ഘടകം ഒഴിവാക്കിയിരുന്നു. അതിനർത്ഥം അദ്വാനി അവിടെ മത്സരിക്കാതിരിക്കാൻ വേണ്ടി ഗുജറാത്ത് ഘടകം ശ്രമിച്ചു. പിന്നീട് അദ്ദേഹം മത്സരിക്കാതിരിക്കുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വിഘാതമാവും എന്നൊരു ഘട്ടത്തിലാണ് പിന്നീട് അദ്ദേഹത്തെ ഗാന്ധിനഗറിലേക്ക് കൊണ്ടുവരാൻ BJP ശ്രമിച്ചത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ അഡ്വാനി വാജ്പേയി ഗാന്ധിനഗറിലോട്ട് തിരിച്ചു പോകുന്നതിൻ്റെ ഏക കാരണം ഇന്ന് RSS ലീഡേഴ്സും അഡ്വാനിയും തമ്മിലുള്ള വാർത്തയാണ്. RSS ലീഡേഴ്സ് രാജ്നാഥിനെ തന്നെ, രാജ്നാഥ് ഉൾപ്പെടെ പല സീനിയർ ലീഡേഴ്സിനെ RSS ലീഡർഷിപ്പ് ക്ലിയർലി പറഞ്ഞു, അഡ്വാനി ഈ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഗാന്ധിനഗർ വേണ്ട, ഭോപ്പാലിൽ മത്സരിക്കണമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയം പാർലമെൻ്ററി ബോർഡിൽ അവതരിപ്പിക്കേണ്ട ആവശ്യം വന്നു? അഡ്വാനിക്ക് ഭോപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അതൊരു വിവാദമാക്കാതെ അത് പാർലമെൻ്ററി ബോർഡിന് പുറത്ത് ആ കാര്യം ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ട് സോർട്ട് ഔട്ട് ചെയ്തില്ല? ഇതൊരു ആവശ്യമില്ലാത്തൊരു വിവാദം മീഡിയയിൽ ഉൾപ്പെടെ കോൺഗ്രസിനും എല്ലാവർക്കും ഒരു വിഷയമായി കൊടുത്തു എന്നുള്ളൊരു RSSൻ്റെ ഒരു വ്യക്തമായ ഒരു നിർദ്ദേശം കഴിഞ്ഞാണ്. അതുമാത്രമല്ല, അഡ്വാനി ഇന്നലത്തെ ഈ 2-3 ദിവസത്തെ ഈ എപ്പിസോഡിൽ അഡ്വാനി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ദാറ്റ് ഹീ ഈസ് സ്റ്റിൽ എ സ്ട്രോങ് മാൻ ഇൻ ദ പാർട്ടി. നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് കാണണം, ഗോവയിൽ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ക്യാമ്പയിൻ ലീഡർ എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് അഡ്വാനി അവിടെ നിന്ന് ആബ്സെൻ്റ് ആയിരുന്നു. 13 സെപ്റ്റംബറിൽ മോദിയെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമയത്ത് അഡ്വാനി അവിടെ നിന്ന് ആബ്സെൻ്റ് ആയിരുന്നു. ഇന്നലത്തെ പാർലമെൻ്ററി ബോർഡിൽ അഡ്വാനി ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അഡ്വാനി തുടർച്ചയായി പറയുന്നതെന്ന് പറഞ്ഞാൽ ഹീ സ്റ്റിൽ എ ലീഡർ. ഇപ്പം നമ്മൾ ശിവരാജ് സിംഗ് ചൗഹാനെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് പ്രൊജക്റ്റ് ആക്കുന്ന വിഷയമല്ല. അഡ്വാനി നോക്കുന്ന ഒരു കാര്യം, മോദിയിൽ നിന്ന് മാറി നിന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് ഭോപ്പാലിൽ നിന്ന് വിജയിച്ചു വന്നാൽ ഒരു പക്ഷേ BJP 160-170 സീറ്റ്സിൽ നിൽക്കുന്ന സമയത്ത് നെക്സ്റ്റ് 100 സീറ്റ്സ് അലൈസിൽ നിന്ന് വരുമ്പോൾ അലൈസ് മോദി വേണ്ട മറ്റൊരു കാൻഡിഡേറ്റ്, മറ്റൊരു ലീഡർ അഡ്വാനിയുടെ കൂട്ടുള്ള ഒരു വ്യക്തമായ ഒരു ലീഡർഷിപ്പ് വേണമെന്ന് പറയുമ്പോൾ അഡ്വാനിക്ക് ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആവാമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പോഴും അഡ്വാനിക്കുണ്ട്. റൈറ്റ്. PM സുരേഷ് ബാബു, താങ്കൾ ആദ്യം പറഞ്ഞു 22-ാം തീയതി വരെ കാത്തു നിൽക്കാമെന്ന്. പക്ഷേ ഗുജറാത്ത് ഘടകം കോൺഗ്രസിലെ ഒരു സാധാരണ പ്രവർത്തകനായ ബറോഡയിലെ ഒരു യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം മാത്രമായ നരേന്ദ്ര മിത്തലിനെ മോദിക്കെതിരെ മത്സരിപ്പിക്കാൻ ശുപാർശ ചെയ്തതായിട്ടാണ് വാർത്തകൾ വരുന്നത്. നരേന്ദ്ര മിത്തൽ തന്നെ പറയുന്നത് താൻ ആർക്കെതിരെ വേണമെങ്കിലും മത്സരിക്കാം പാർട്ടി പ്രഖ്യാപിച്ചാൽ എന്നാണ്. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിപ്പിക്കേണ്ട ഒരാളെ തന്നെയാണോ അവിടെ നിന്ന് ശുപാർശ ചെയ്യുന്നത്? ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ആ ലിസ്റ്റ് അംഗീകരിക്കാൻ പോവുകയാണെന്ന് കേൾക്കുന്നു. എനിക്കതിനെക്കുറിച്ച് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ല. ആ സംസ്ഥാന ഘടകം ഏത് രൂപത്തിലാണ് അതിനെ പ്രതികരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു വസ്തുത ഞാൻ നിങ്ങളടുത്ത് പറയാം, സമൂഹത്തിനോടും പറയാം. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവർ പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ കഴിയുന്ന വിധത്തിലുള്ള യാതൊരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരാത്തിടത്തോളം കാലം ഞങ്ങൾ ഒരു സീരിയസ് ആയ ഒരു സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ കാണുന്നില്ല കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഒരു സിംബോളിക് ഒപ്പോണന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രതീകാത്മകമായ എതിരാളിയെ കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. ഇവിടെ പറയുന്ന വിഷയങ്ങളെല്ലാം ഈ ശ്രീ ജോർജ് കുര്യനായാലും മറ്റ് മാധ്യമപ്രവർത്തകനായാലും പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയുള്ള വസ്തുതകളാണ് എന്നാണ് എൻ്റെ പക്ഷം. കാരണം അദ്വാനി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കീഴടങ്ങിയിരിക്കുകയാണിപ്പോൾ. കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ഇവരുടെ അടിസ്ഥാനപരമായ RSS വിധേയത്വമാണ്. അദ്വാനി RSS ആണ്, RSSൻ്റെ ആളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം സമ്മതിക്കുന്നു RSSൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണെന്ന്. അപ്പോൾ RSSന് ഇപ്പോൾ വേണ്ടത് നരേന്ദ്രമോദിയെയാണ്. RSSന് നേരത്തെ വേണ്ടിയിരുന്നത് അദ്വാനിയെയായിരുന്നു. ഇപ്പം നരേന്ദ്രമോദിയെ വേണം എന്നുള്ളത് കൊണ്ട് ആ RSS അദ്വാനി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുകയാണ്, അതൊരു പാർശ്വവൽക്കരിക്കുകയാണ്. അവിടെ ഒരു തരത്തിലുമുള്ള ഒരു എതിർപ്പിന് കഴിവില്ലാത്ത വിധം കീഴടങ്ങിയ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി അദ്വാനി മാറിയിരിക്കുന്നു.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ക്ഷണിച്ചപ്പോൾ അതിനകത്ത് നിന്നുള്ളൊരു മനപ്രയാസം കൊണ്ട് അദ്ദേഹം സുരേഷ് ബാബു, ബി.ജെ.പിയിലെ ഈ പ്രശ്നങ്ങളിൽ ഇത്ര ആത്മവിശ്വാസം കൊള്ളാതെ വാരാണസിയിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനെങ്കിലും കോൺഗ്രസ് ശ്രമിക്കേണ്ടതല്ലേ? ദിഗ്വിജയ് സിംഗ് മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ ആ ദിഗ്വിജയ് സിംഗ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ്? മോദി അത്ര നിസ്സാരനായ സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെയുള്ള അമിത ആത്മവിശ്വാസം കോൺഗ്രസിന്റെ ഒരുതരം വിഡ്ഢിത്തമല്ലേ? അല്ല, ഒരു തരത്തിലും വളരെ മോശമായ അല്ലെങ്കിൽ നിസ്സാരനായ സ്ഥാനാർത്ഥി എന്നല്ല ഞാൻ പറഞ്ഞത്. മോഡിയെ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഇരുത്തത്തക്ക വിധത്തിലുള്ള നമ്പറുകൾ ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പിലൂടെ ഉരുത്തിരിഞ്ഞു വരികയില്ല. മോഡി ഒരു പ്രധാനമന്ത്രി ആവുകയില്ല എന്ന് പറഞ്ഞാൽ മോഡി നിസ്സാരനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് വളരെ ദുഃഖകരവും ഖേദകരവുമാണ്. മോഡി നിസ്സാരനൊന്നുമല്ല. മോഡി ഒരു സംസ്ഥാനം തുടർച്ചയായി 2-3 തവണകളായിട്ട് ഓഫ് കോഴ്സ് സീറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. 2009 കിട്ടിയ സീറ്റ് 2008 കിട്ടിയ സീറ്റ് 2013 കിട്ടിയിട്ടില്ല. ആ വസ്തുതകളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക് ഇമേജ് ഡിക്ലൈൻ ചെയ്തു വരികയാണെന്നുള്ള യാഥാർത്ഥ്യവും സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. എന്നിരുന്നാലും മോഡി സീരിയസ് ആയ ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു പാർട്ടിയെ കൂടെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ്. ആ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിയാവുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രധാനമന്ത്രിയായിട്ട് ഞങ്ങൾ മോഡിയെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ രാജ്യവും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവിടെ ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയമാണ്. ആ പുതിയ രാഷ്ട്രീയം UPA 3 രാഷ്ട്രീയമായിരിക്കും. ഒരുപക്ഷെ അതിനകത്ത് പുതിയ കക്ഷികളൊക്കെ വന്നുകൂടായികയില്ല. ഇടതുപക്ഷത്തിൻ്റെയോ മറ്റേതെങ്കിലും കക്ഷികളുടെയോ പിന്തുണയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിക്കൂടായികയൊന്നുമില്ല. അതൊന്നും റൂൾ ഔട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല. മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഇല്ല എന്നാണ് സുരേഷ് ബാബു പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? കോൺഗ്രസിൻ്റെ മന്ത്രിസഭ വരാനുള്ള സാഹചര്യമുണ്ട് എന്നാരും വിശ്വസിക്കുന്നില്ല. നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ മാറ്റം അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ പറഞ്ഞതുപോലെ ഇനി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല BJP. ആ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിയുടെ പങ്കും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ശ്രീ അദ്വാനിജി പാർട്ടിയിലെ ശക്തനാണ് എന്ന് വീണ്ടും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ശക്തൻ തന്നെയാണ്. ഇത് മൻമോഹൻ സിംഗ് ഒന്നും അല്ലത്. ഒരാളെ കൊണ്ടുവരിക, അതിനുശേഷം അയാളെ പറഞ്ഞു വിടുക, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞു വിടുന്ന ഒരു പാർട്ടിയല്ലിത്. കുടുംബം ഭരിക്കുന്ന പാർട്ടിയല്ല. ഇവരുടെ ആരുടെയും, അതായത് നരേന്ദ്രമോദിയുടെയോ രാജ്നാഥ് സിംഗിൻ്റെയോ LK അദ്വാനിയുടെയോ ഒന്നും കുടുംബ പാർട്ടിയല്ലിത്. ഇത് ഇന്ത്യയിലെ BJP പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ശ്രീ സുരേഷ് ബാബു പറഞ്ഞു ഇത് RSS പറയുന്നത് കേൾക്കുന്നു എന്ന്. BJPയിൽ അനേകം RSSകാർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അനേകം പ്രവർത്തകർ RSSകാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം കൂടെ പരിഗണിക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഇടുക്കിയിലെ ഒരു ബിഷപ്പ് 2 വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയില്ലേ? കോൺഗ്രസിൻ്റെ തന്നെ ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ അവിടെ സീറ്റ് കൊടുക്കാതെ മാറ്റി. ഈ ജാതി മത സംഘടനകൾ പറയുന്ന അനുസരിച്ച് കോൺഗ്രസ്സുകാരാക്കുകയും അല്ലാതാക്കുകയും ചെയ്യും. അതിൻ്റെ അകത്തൊരു കുഴപ്പവുമില്ല. BJPയിൽ പ്രവർത്തിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കരുത് എന്നാണ് സുരേഷ് ബാബു പറയുന്നത്. ഇടപെടുകയാണ് സന്തോഷ് ജോയ്. ഇവിടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന പതിവ് കോൺഗ്രസിന് ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും അത് എന്ന് ഉറപ്പിച്ച് പറയാൻ കോൺഗ്രസ്സുകാർക്കും കഴിയുന്നില്ല. എന്താണ് താങ്കളുടെ പ്രഡിക്ഷൻ? ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച നന്ദൻ നിലേക്കേനി ആയിരിക്കുമോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അല്ല, അങ്ങനെ നന്ദൻ നിലേക്കനി ആയിരിക്കുമോ എന്ന് നമുക്ക് ചിലർ AK ആൻ്റണിയുടെ പേര് പറയുന്നുണ്ട്. പിന്നെ AK ആൻ്റണി മത്സരിക്കത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ അങ്ങനെ ഒരു പേര് കോൺഗ്രസ് പറയുന്നില്ല. കാരണം കോൺഗ്രസിനറിയാം, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഇപ്പം അക്ബർ റോഡിൽ, കോൺഗ്രസിൻ്റെ ഹെഡ്ക്വാർട്ടറായ AICC ഹെഡ്ക്വാർട്ടറിൽ അക്ബർ റോഡിൽ പോയാൽ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവും. അക്ബർ റോഡിൻ്റെ മുമ്പിലുള്ള ഈ 10 ജനപഥത്തിൻ്റെ മുമ്പിലുള്ള റോഡ് ബ്ലോക്ക് ആവുന്ന ഒരു പരിസ്ഥിതിയാണ് എല്ലാ ഇലക്ഷൻ സമയത്തും ഉണ്ടാകുന്നത്. ഇപ്പം അക്ബർ റോഡിൽ ആരുമില്ല. വലിയ ലീഡേഴ്സ് പോലും ആക്റ്റീവായിട്ട്, ദിഗ്വിജയ് സിംഗ് ഇടയ്ക്കിടയ്ക്ക് ട്വീറ്റ് ചെയ്യുന്നു, ഫേസ്ബുക്കിലൊക്കെ കുറച്ച് ഇടുന്നല്ലാതെ ഈ സീനിയർ ലീഡേഴ്സിന് കയ്യിൽ പ്രവർത്തിക്കാൻ വേണ്ടിയോ മാനേജ് ചെയ്യാൻ വേണ്ടിയോ വലിയ ഒരു കാര്യങ്ങളില്ല. എല്ലാം ഈ തുഗ്ലക് ലെയിനിലെ രാഹുൽ ഗാന്ധിയുടെ ഒരു സിൻഡിക്കേറ്റ് ആണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഈ റായ്ബറേലി വാർ റൂം എന്ന് പറഞ്ഞ ഒരു റക്കാബ്ഗഞ്ചിലുള്ള ഒരു വാർ റൂമുണ്ട്. ആ വാർ റൂമിൽ നിന്നാണ്
കുറേ കാര്യങ്ങൾ അജയ് മാക്കനും മനീഷ് തിവാരിയുടെ കൂട്ടത്തിലെ കുറേ യങ് ലീഡേഴ്സ് ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷണൽ ചേഞ്ചിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ എല്ലാവർക്കും ആ കാര്യം അറിയാം. ഒരു ടോക്കൺ ഒപ്പോസിഷൻ മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒഴുക്കമാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ BJPക്ക് അതിൽ കൂടുതൽ വലിയൊരു ഒരു ഇഷ്യൂ ആണ് ഇപ്പം നേർന്നിരിക്കുന്നത്. കാരണം ഈ പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ BJPക്ക് അടുത്ത ഒരു 20-30 വർഷം ചിലപ്പം ഈ നാഷണൽ സീനിൽ അത്ര എന്ന് പറഞ്ഞാൽ മോദിയായിരുന്നു ഒരു ലാസ്റ്റ് റിസോർട്ട്. പക്ഷേ ഈ അഡ്വാനി ഒടുക്കം ബാക്കി എല്ലാ ലീഡേഴ്സിനെ നീക്കാൻ കാരണം മോദിക്കിപ്പം മനസ്സിലായി കഴിഞ്ഞു, മോദിക്കൊരു വാജ്പേയി ആവാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വാജ്പേയിയുടെ ആ ഇമേജ് മോദിക്ക് പറ്റത്തില്ലെന്നൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല അഡ്വാനി 2004 ജിന്നയെ പ്രേസ് ചെയ്ത് ഒരു ടേൺ ചെയ്ത പോലെ മോദിക്ക് ഇങ്ങനെ ഒരു ടേണും ചെയ്യാനുള്ള ഇനി സമയമില്ല. അപ്പോൾ BJPക്കകത്തുള്ള പ്രതിസന്ധികളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വിഷയം. റൈറ്റ്. PM സുരേഷ് ബാബു, കെജ്രിവാൾ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാരണാസിയിൽ മോദിക്കെതിരെ. അങ്ങനെയാണെങ്കിൽ കെജ്രിവാളിന് പിന്തുണ കൊടുത്ത് മോദിക്കെതിരെ നിൽക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ചെയ്യേണ്ടത്. പക്ഷേ ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നത് ഗുജറാത്തിലല്ല, കെജ്രിവാൾ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച വാരണാസിയിലായിരിക്കും. ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ മോദിയെ നേരിടാനുള്ള ക്യാപ്പബിലിറ്റിയെക്കുറിച്ച് സംശയം ഉയർത്തുന്നത്. നമ്മളതിനെ തീരുമാനിക്കാത്ത വിഷയത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു അസസ്മെൻറ്റിന് പോകണോ? 2-3 ദിവസം കൊണ്ട് ഈ കാര്യങ്ങൾ നടക്കുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോദിയെ തോൽപ്പിക്കുക, മോദിയെ ജയിപ്പിക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുക, ഇതൊന്നും അല്ല പ്രശ്നം. അത് ഓരോരോ സംഭവത്തിൽ മോദി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയുടെ ലോക്സഭയിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഒരു തടസ്സം പറയുന്നവരല്ല കോൺഗ്രസ്. മറിച്ച് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യയുടെ സെക്യുലറിസത്തിന്, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്, ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ ബാലപാഠങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി മോഡിയെ വരരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ അടവുകളാണോ വേണ്ടത് ആ അടവുകൾ പരിശോധിക്കും. പക്ഷേ അതിന് സമയമുണ്ട്. ആ സമയമില്ലാത്ത പോലത്തെ ഒരു പ്രചരണം അല്ലെങ്കിൽ കാലം കഴിഞ്ഞതിന് ശേഷമുള്ള ചർച്ചക്കാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കാമായിരുന്നല്ലോ. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ശ്രീ സന്തോഷ് ജോയ് പറഞ്ഞതുപോലെ തന്നെ ഈ പേഴ്സണലൈസ് ചെയ്യാണ് ശ്രീമാൻ നരേന്ദ്രമോദി. പേഴ്സണലൈസ് ചെയ്യുന്നു. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഹോർഡിങ് തന്നെ കണ്ടാൽ അറിയാമല്ലോ, ഞാനല്ല നമ്മൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കൈക്ക് ശക്തി കൂട്ടുക പറകരുക എന്നല്ല, നമ്മുടെ കൈ ശക്തമാകുക എന്നാണ് കോൺഗ്രസ് ഉയർത്തിയ മുദ്രാവാക്യം. നമ്മൾ എന്നുള്ള മുദ്രാവാക്യമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഉയർത്തുന്നത്. നേരത്തെ ശ്രീ സന്തോഷ് ജോയ് പറഞ്ഞതുപോലെ NDA ജയിപ്പിക്കാൻ പറഞ്ഞു, പിന്നീട് BJPയെ ജയിപ്പിക്കാൻ പറഞ്ഞു, ഇപ്പം മോഡി സർക്കാരിന് വേണ്ടി പറയുന്ന ആ ഒരു പേഴ്സണലൈസ് ചെയ്ത് വ്യക്തിഗതമായി ചുരുങ്ങുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിൽ കേരളീയവും ഭാരതീയവുമായ ജനസമൂഹം അതിശക്തമായി വിരുദ്ധമായി പ്രതികരിക്കുമെന്ന വിശ്വാസം. PM സുരേഷ് ബാബു, ജോർജ് കുര്യൻ, സന്തോഷ് ജോയ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്. ന്യൂസ് ഓൺ മലയാളം സമാപിക്കുന്നു. ശുഭരാത്രി.